ചോരയാൽ കനിഞ്ഞു നീ എന്നെ കഴുകുവാൻ. അറിഞ്ഞു ഞാൻ ചെയ്ത പാപങ്ങൾ മറന്നു കളഞ്ഞ സ്നേഹമേ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 34-ാം വാക്യം. കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് അവർ പറഞ്ഞു. ഇതൊരു വലിയ പ്രഖ്യാപനമാണ്. സാഹചര്യം നമുക്കറിയാമല്ലോ അല്ലേ? ഈശോ പറഞ്ഞു, എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്തൊരു കഴുതക്കുട്ടിയെ, അതിൻ്റെ വിശുദ്ധി മാത്രമല്ല, ആ കഴുതയെ ഒന്നിനും വേണ്ടി ആരും ഉപയോഗിച്ചിട്ടില്ല. അത് വെറുതെ പുല്ല് നിന്ന് അവിടെ വെറുതെ നിന്നു. ഒരു നന്മയ്ക്ക് വേണ്ടിയും ഒരു ഉദ്ദേശത്തിന് വേണ്ടിയും ഒരു ലക്ഷ്യത്തിന് വേണ്ടിയും ആ ജന്മത്തെ ആരും ഉപയോഗിച്ചിട്ടില്ല. കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് അവർ പറഞ്ഞു. ഇത് വലിയ ദൂതാണ്. അനേകർ നമ്മളെ പരിയമ്പുറത്ത് പോലും അടുപ്പിക്കത്തില്ല. വലിയ ആഘോഷങ്ങളുടെ പരിയമ്പുറത്ത് ചിലപ്പോൾ മനഃപൂർവ്വം നിങ്ങളെ അവഗണിച്ച് കൊന്നിരിക്കും. ഒരു പൊട്ടക്കഴുതയെപ്പോലെ, ഒരു മരക്കഴുതയെപ്പോലെ മാറി നിൽക്കേണ്ടി വന്നേക്കാം. പക്ഷെ ദൂത് കൃത്യമാണ്. കർത്താവിന് ഇതിനെക്കൊണ്ട്, കർത്താവിന് നിന്നെക്കൊണ്ട്, കർത്താവിന് നിസാരനായ എന്നെക്കൊണ്ട് ആവശ്യമുണ്ട്. അത് പറയാൻ ഈശോ പറഞ്ഞു, ശ്രീകന്മാരത് പറഞ്ഞു. ദൈവത്തിൻ്റെ വചനം ഇന്ന് നമ്മുടെ കൺമണിയിലേക്ക് നോക്കി, ചങ്കിലേക്ക് നോക്കി പറയുന്നുണ്ട്, കർത്താവിന് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട്. അനാവശ്യമെന്നും ആവശ്യമില്ലാത്തവനെന്നും ഉപേക്ഷിക്കപ്പെട്ടവനെന്നൊക്കെ ആരെന്തൊക്കെ പറഞ്ഞാലും ദൂത് കൃത്യമാണ്. കർത്താവിന് നിന്നെക്കൊണ്ട് ഒരാവശ്യമുണ്ട്. അത് കർത്താവിന് എന്തെങ്കിലും നേടാനല്ല, നിന്റെ നന്മയ്ക്ക്, നിന്റെ ഉയർച്ചയ്ക്ക് കർത്താവിൻ്റെ കയ്യിലൊരു പദ്ധതിയുണ്ട്. കഴുതയായിരിക്കാം നീ, പക്ഷെ കർത്താവിന് നിന്നെക്കൊണ്ടൊരു ആവശ്യമുണ്ട്. ആമേൻ. ആമേൻ. ആമേൻ.